ഈ ഒരു കഥ ഇങ്ങനൊരു കാട്ടിലെയാണ്. അവിടുത്തെ സിംഹരാജാവ് അവിടുത്തെ മൃഗങ്ങളെ കാത്തു രക്ഷിക്കുന്നതിന് പകരം സ്വന്തം കാട്ടിലെ മൃഗങ്ങളെ കൊന്നു തിന്നുമായിരുന്നു. ഈയിടയ്ക്ക് അവന് വേട്ടയാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രായമേറിയത് കൊണ്ടും അസുഖവും കാരണം എനിക്കിപ്പോൾ വേട്ടയാടാൻ കഴിയുന്നില്ല. ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് വേട്ടയാടിയേ മതിയാവൂ. അപ്പോ ഒരു മുയലിനെ കണ്ട് സിംഹരാജാവ് പറയും, അല്ല മുയലേ, നീ ചോക്ലേറ്റ് കഴിക്കുന്നോ? അയ്യോ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്. അങ്ങന്റെ അച്ഛന്റെ സുഹൃത്താണോ അങ്കിൾ? അതെ, ഞങ്ങൾ രണ്ടും വളരെ അടുത്ത സുഹൃത്തുക്കളാ. അങ്കിൾ, അങ്ങന്റെ അച്ഛനെ എത്ര ദിവസം മുമ്പാണ് കണ്ടത്? ഇന്നുകൂടി കണ്ടതേ ഉള്ളൂ ഞങ്ങള്. മാത്രമല്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്കിളെ, ഇന്ന് രാവിലെ കണ്ടെന്നാണോ അങ്കിള് പറയുന്നത്? എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോ നീ നമ്മുടെ ഗിരിധരന്റെ മകനല്ലേ? അങ്കിളെ, എനിക്കറിയാം അങ്കിള് നുണയൊക്കെ പറഞ്ഞ് എന്നെ അങ്കിളിന്റെ അടുത്തേക്ക് വിളിച്ചെന്നെ വേട്ടയാടാനാ ശ്രമമെന്ന്. പക്ഷേ ഞാൻ അങ്കിളിന്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ലല്ലോ. ഇത്രയും പറഞ്ഞ് മുയൽ അവിടെന്ന് ഓടിപ്പോകും. അസുഖം വന്നതിന് ശേഷം ഒരു കൊച്ചു മുയലിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്തായാലും ഞാൻ പട്ടിണി കിടന്ന് ചാവും. വയ്യാതിരിക്കുന്ന സിംഹരാജാവ് അസുഖം ഒന്ന് മാറ്റാനായി ഡോക്ടറിനെ വിളിപ്പിക്കും. മഹാരാജൻ, അങ്ങയുടെ അസുഖം പെട്ടെന്ന് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റൂ. എന്ത് കാര്യം? പെട്ടെന്ന് പറയൂ. ഇന്ന് വരെ അങ്ങ് ദിവസവും വ്യത്യസ്ത തരം ജീവികളല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നു മുതൽ അങ്ങ് ദിവസവും ഒരു ജീവിയുടെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. എന്നുവെച്ചാൽ അതിനർത്ഥം അങ്ങ് രാവിലെ ഏത് ജീവിയാണോ ഭക്ഷിക്കുന്നത് അതേ ജീവിയെ തന്നെ രാത്രിയിലും ഭക്ഷിക്കണമെന്ന്. എന്നാൽ അടുത്ത ദിവസം എനിക്ക് മറ്റൊരു ഇനത്തിൽപ്പെട്ട ജീവിയെ ഭക്ഷണം കഴിക്കാമല്ലോ അല്ലേ? അതെ, എന്നാൽ ആ ദിവസം ആ ജീവിയെ മാത്രമേ ഭക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ അസുഖം ഭേദമാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. സിംഹരാജാവ് നോക്കുമ്പോ ആ വഴി ഒരു മാൻ നടന്നു പോകുന്നു. ഇന്ന് ഈ മാനിനെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. അതിനെ ഒന്ന് വിളിച്ച് സിംഹരാജാവ് പറയും, അതേ പെൺമാനെ, ഒന്നിങ്ങോട്ട് വരുമോ? അതെ, നിന്നെക്കൊണ്ട് എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്. സിംഹരാജാവേ, ഞാൻ നിന്റെ കുഴിയിൽ വീഴാൻ പോകുന്നില്ല. എനിക്കറിയാലോ, മൃഗങ്ങളെയൊക്കെ ഇതുപോലെ വിളിപ്പിച്ച് ഭക്ഷിക്കാനുള്ള പരിപാടിയല്ലേ. മാൻ പോലും സിംഹരാജാവിന്റെ കുരുക്കിൽ വീണില്ല. ഇതൊക്കെ കണ്ട് സിംഹരാജാവ് ആലോചിച്ചു, എനിക്കിനി ഒരു ജീവിയെയും കിട്ടില്ലേ? എന്ത് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് സിംഹരാജാവ് ബുദ്ധിയുള്ള കുറുക്കനെ ആലോചിക്കുന്നത്. കുറുക്കനെ അവൻ വിളിപ്പിക്കും. പറഞ്ഞോളൂ മഹാരാജൻ, എന്നെ എന്തിനാ വിളിച്ചത്? ചെന്നായേ, ഇപ്പൊ എനിക്ക് വയസ്സായി. മറ്റാരെങ്കിലും രാജാവായി വാഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് ഈ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹമുണ്ടോ? സിംഹരാജാവ് ഇത് പറഞ്ഞത് കേട്ട് കുറുക്കൻ ആകപ്പാടെ ഞെട്ടിപ്പോയി. തീർച്ചയായും. ഒരവസരം കിട്ടിയാൽ ഈ കാട് ഭരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു പരീക്ഷ എനിക്ക് നടത്തേണ്ടതുണ്ട്. പരീക്ഷയോ? എന്ത് പരീക്ഷ മഹാരാജൻ? വരുന്ന കുറച്ച് ദിവസത്തേക്ക് നീ എനിക്ക് ദിവസവും 3 ജീവികളെ കൊണ്ടുവന്ന് തരണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ 3 മൃഗങ്ങളും ഒരിനത്തിൽപ്പെട്ടതായിരിക്കണം. സിംഹാസനം കയ്യിലാക്കാൻ വേണ്ടി എന്ത് സിംഹരാജാവ് പറഞ്ഞാലും അവൻ കേൾക്കും. കുറുക്കൻ ഒരു വഴി പോവുകയായിരുന്നു. അപ്പോഴാണ് 3 പശുക്കളെ അവൻ കാണുന്നത്. കസേരയ്ക്ക് വേണ്ടി നേതാക്കളെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. അതുകൊണ്ട് ഞാനും ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഈ പശുക്കളെ സിംഹരാജന്റെ അടുത്തെത്തിക്കും. അതിലെന്താ തെറ്റുള്ളത്? എന്തായാലും കസേര കിട്ടാൻ പോകുന്നത് എനിക്കല്ലേ. 3 പശുവിന്റെ അടുത്ത് കുറുക്കൻ ചെന്ന് പറയും, അതെ പശു സഹോദരിമാരെ, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിവസാ. അറിയോ, നിങ്ങളെ 3 പേരെ ഇന്ന് സിംഹരാജൻ വിളിച്ചിരിക്കുകയാണ്. സിംഹരാജാവ് ഞങ്ങളെ വിളിച്ചെന്നോ? എന്തിനാ? കാരണം നിങ്ങളിൽ ഒരാളെ അദ്ദേഹം മന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? നീ സത്യമാണോ പറയുന്നത്? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? കുറുക്കൻ പറഞ്ഞത് കേട്ട് 3 പേരും വിശ്വസിച്ചു. അല്ല, രാജാവിനെ കാണാൻ ഞങ്ങൾ എപ്പോഴാ വരേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാ മതി. ആദ്യത്തെ ആള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, പിന്നെ 3-ാമത്തെ ആള് വൈകുന്നേരം പോയാ മതി. 3 പേരും ആക്രാന്തം മൂത്ത് മന്ത്രിസ്ഥാനം കിട്ടാനായി ഓരോ സമയത്തിലും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകും. സിംഹരാജാവ് ഓരോ സമയമാവുമ്പോൾ അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ കുറുക്കൻ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളെയും പൊട്ടന്മാരാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. സിംഹരാജാവ് എന്നത്തെ പോലെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി.
ഒരു ദിവസം 3 ആട് ഇലകൾ തിന്നുകയായിരുന്നു. ഇന്നെന്തായാലും ഈ 3 ആടുകളെ ടാർഗറ്റ് ചെയ്തേക്കാം. 3 ആടുകളുടെ അടുത്ത് ചെന്ന് കുറുക്കൻ പറയും, നിങ്ങളാ 3 ആടുകളല്ലേ? സിംഹരാജൻ എല്ലാ ദിവസവും സ്തുതിക്കുന്നത് നിങ്ങളെയല്ലേ? എന്ത്? ഞങ്ങളെ 3 പേരെയും കുറിച്ച് സ്തുതിച്ച് പറയുന്നോ? സ്തുതിക്കുന്നത് മാത്രമല്ല, പിന്നെ നിങ്ങളിൽ ഒരാളെ മന്ത്രിയാക്കാനും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. നീ പറയുന്നത് സത്യമാണോ? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? അതല്ല, സിംഹരാജാവിനെ കാണാൻ എപ്പോഴാ പോകേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാൽ മതി. ഒരാള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, മൂന്നാമത്തെ ആള് വൈകുന്നേരം പോയാൽ മതി. ശരി, അപ്പൊ നാളെ രാവിലെ ആദ്യം ഞാൻ പോവാം. ഉച്ചയ്ക്ക് ഞാൻ പോയിക്കോളാം കേട്ടാ. വൈകിട്ടാകുമ്പോ ഞാൻ പോയിക്കോളാം. 3 വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഒന്നിനും അറിയില്ല, ഇന്ന് 3ന്റെയും കാര്യത്തിൽ തീരുമാനമാവുന്നു. കുറുക്കന് സന്തോഷമായി. എന്നിട്ട് അവിടെ നിന്ന് പോകും. എന്റെ റാണി, ഈ കുറുക്കൻ നമ്മളെ പൊട്ടിമാരായിട്ടാണോ കാണുന്നത്? അവൻ വിചാരിച്ചേക്കണ നമ്മൾ അവന്റെ വലയിൽ വീണെന്ന്. പക്ഷെ അവനറിയില്ലല്ലോ നമ്മൾ അവനേക്കാളും കൂർമ്മ ബുദ്ധിയുള്ളവരാന്ന്. മഹാരാജൻ, ഇന്ന് അങ്ങേക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? പെട്ടെന്ന് പറ. മഹാരാജൻ, ഇതുവരെ അങ്ങേക്ക് കനത്ത മാംസമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങേക്ക് ഞാൻ വ്യത്യസ്തമായ മാംസമാണ് തരാൻ പോകുന്നത്. വ്യത്യസ്ത മാംസമോ? അതെ, ഇന്ന് ഞാൻ അങ്ങേക്കായി ആടിനെയാണ് തരാൻ പോകുന്നത്. കൊള്ളാം. ആടിനെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം പെട്ടെന്ന് മാറും. എല്ലാം ശരിയായി കഴിഞ്ഞാൽ എന്നെ മന്ത്രിയാക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ തീർച്ചയായും. അടുത്ത ദിവസം രാവിലെ റാണി സിംഹരാജാവിന്റെ അടുത്തേക്ക് വരും. മഹാരാജാവ് നീലാൽ വാഴട്ടെ. മഹാരാജാവേ, കുറുക്കൻ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കുമെന്നാണല്ലോ. അതെ, എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ നിന്നെ ആലിംഗനത്തോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ബുദ്ധിയുള്ള ആട് അപ്പൊ ബുദ്ധിയോടെ പറയും, മഹാരാജാവേ, കുറുക്കൻ കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ മന്ത്രിയാക്കാനൊന്നും അല്ല വിട്ടത്, എന്നെ നിങ്ങൾക്ക് ഭക്ഷിക്കാനല്ലേ വിട്ടത്. ആട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് ഞെട്ടിപ്പോയി. മഹാരാജാവേ, അങ്ങേക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ. പക്ഷെ എന്നെ കൊന്നാൽ നിങ്ങളുടെ ജീവന് അപകടമായിരിക്കും. എന്റെ ജീവൻ അപകടത്തിലാവുന്നു? അതെങ്ങനെ? അതെന്താന്ന് വെച്ചാ എനിക്ക് വലിയൊരു രോഗം പിടിവിട്ടു. ഇനി നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ ആ അസുഖം നിങ്ങൾക്കും കൂടെ പകരും. റാണിയാട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് പേടിച്ചു പോകും. എനിക്ക് അസുഖം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വേഗം പോകൂ ആടെ. ആട് പോകുന്നതിന് മുൻപ് സിംഹരാജാവിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകും. രാജാവേ, നിങ്ങളുടെ ഈ അസുഖത്തിന്റെ പോം വഴി എന്റേലുണ്ട്. പക്ഷെ അതിനുള്ള പോം വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് റാണി ആട് അവിടെ നിന്ന് തിരിച്ചു പോകും. ഉച്ച സമയത്ത് പ്യാരി ആട് അവന്റെ അടുത്തേക്ക് എത്തും. മഹാരാജാവ് നീനാ വാഴട്ടെ. പറയൂ രാജാവേ, എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്? അല്ല, നിനക്കും അറിയുമോ ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന്? അതെ മഹാരാജാവേ, എന്നെ കൊന്നിട്ട് ഭക്ഷിക്കാനല്ലേ പോകുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, കാരണം എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ നിന്നെ കൊല്ലില്ലെന്നോ? എന്തുകൊണ്ട്? അതെന്റെ ജാതകത്തിൽ എഴുതിയതാ. ആരാണോ എന്നെ കൊല്ലുന്നത്, എന്റെ ജാതക പ്രകാരം ആയാള് തന്നെ മരിച്ചു പോകും. ഇത് കേട്ടതോടെ സിംഹരാജാവ് ഒന്നുകൂടെ പേടിച്ചു. എന്ത്, നീ ശപിക്കപ്പെട്ട ആടാണെന്നോ? അതെ. ഞാൻ നിന്നെ കൊല്ലില്ല. നിനക്ക് ഇവിടെ നിന്ന് പോവാം. നന്ദിയുണ്ട് രാജാവേ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്യാരി ആട് അവിടെ നിന്ന് പോകാൻ നോക്കും. പോകുന്ന വഴി തന്നെ പ്യാരി ആടും അത് തന്നെ പറയും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ പോകും വഴി ഞാൻ നിങ്ങളോട് നാളെ പറയാം. രണ്ടാടും ഇത് തന്നെയാണല്ലോ പോകുമ്പോ പറഞ്ഞെന്ന് ആലോചിച്ച് ചിന്തയിലായി രാജാവ്. രണ്ടാടുകളും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? രാത്രി സമയമാകുമ്പോ ദുലാരി ആടും സിംഹരാജാവിന്റെ അടുത്ത് വന്ന് പറയും, മഹാരാജാവേ, എന്നെ പെട്ടെന്ന് തന്നെ തിന്നുവോ? തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ആട് പെട്ടെന്ന് തിന്നോളാൻ പറഞ്ഞപ്പോ സിംഹരാജാവ് ആ കാര്യം ആലോചിച്ചൊന്ന് ചിന്തയിലായി. സാധാരണ ആളുകൾ ജീവന് വേണ്ടി യാചിക്കുന്നു, എന്നാൽ ഈ ആട് മരിക്കാൻ വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? മഹാരാജാവേ, എന്നോട് ഇത്തിരി അലിവ് കാണിക്കണേ. പെട്ടെന്ന് എന്നെ അങ്ങ് തിന്നു കളയാമോ? പെട്ടെന്ന് എന്നെ കൊന്നു തിന്നാമോ ഒന്ന്? അല്ല ആടെ, നീ മരിക്കാനായി ധൃതി പിടിക്കുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? മഹാരാജാവേ, എന്നോടൊരു യോഗി പറഞ്ഞിരുന്നു, ഈ ജന്മത്തിൽ ആരാണോ എന്നെ കൊല്ലുന്നത്, അടുത്ത ജന്മത്തിൽ കൊന്ന ആളുടെ അവതാരമെടുത്ത് ഞാൻ വരുമെന്ന്. അതിനർത്ഥം അടുത്ത ജന്മത്തിൽ നീ സിംഹമാവുമെന്നാണോ? അതെ, അതുപോലെ എന്നെ കൊല്ലുന്ന ആള് എന്റെ രൂപം ധരിക്കുമെന്ന്.
ഞാൻ ആടാവുമെന്നല്ല അതിന്റെ അർത്ഥം. അതേ മഹാരാജാവേ. എങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. കാരണം അടുത്ത ജന്മത്തിൽ ഞാൻ ആടാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനങ്ങ് പോകട്ടെ. അതെ, പൊക്കോ. ഇപ്രാവശ്യവും ദുലാരി ആട് പോകുന്ന വഴി അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പോകും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. ആ പോകും വഴി ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം. ഈ ആടും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അടുത്ത ദിവസം രാവിലെ സിംഹരാജാവ് ആ 3 ആടിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോ 3 ആടും അവിടെ വരും. ഞാൻ നിങ്ങളെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പറയൂ ആടുകളെ, ആരുടെ മരുന്നാണ് എന്റെ അസുഖം മാറ്റാൻ പോകുന്നത്? മഹാരാജാവേ, നിങ്ങളുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറുക്കന്റെ മാംസം തിന്നണം, ആടിന്റെ അല്ല. അതേ മഹാരാജാവേ, കുറുക്കന്റെ മാംസം തിന്നാൽ നിങ്ങൾ പഴയതുപടി ആരോഗ്യമുള്ളവനാവും. അതല്ല, കുറുക്കന്റെ മാംസം നിങ്ങൾ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഇല്ല, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് തന്നെ കുറുക്കന്റെ മാംസം ഭക്ഷിക്കുന്നതാണ്. ആ, അങ്ങനെയാണെങ്കിൽ രാജാവേ, ഞങ്ങൾ പോട്ടെ. 3 ആടുകളും സിംഹരാജാവിന്റെ വേട്ടയാവുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ കുറുക്കനെ അവിടെ ബലി കൊടുക്കുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് സിംഹരാജാവിന് ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോ ഈ 3 ആടുകളെ മന്ത്രിയാക്കുകയും ചെയ്തു. കാട്ടിൽ രാധ എന്നു പേരുള്ള ഒരാട് അവളുടെ അമ്മയോടൊപ്പം താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും പുല്ല് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു പുള്ളിപ്പുലി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാധേ, രാധേ, നീ പോയി ഒളിച്ചു. ആ സമയത്ത് രാധ ഭയന്ന് ഓടിപ്പോയി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. എടീ അമ്മ ആടേ, നിന്റെ മോളെ നീ രക്ഷപ്പെടുത്തി. പക്ഷേ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ചീറ്റ കാട്ടിലിറങ്ങി രാധയുടെ അമ്മയെ കൊല്ലുന്നു. കുറ്റിക്കാട്ടിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന രാധയ്ക്ക് ചീറ്റ അമ്മയെ കൊല്ലുന്നത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഇത് കണ്ടിട്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ചീറ്റ എന്റെ അമ്മയെ കൊന്നു. ഞാൻ ഇനി മുതൽ ഒരു അനാഥയാണ്. രാധ കരഞ്ഞുകൊണ്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് ഓടിപ്പോയി. പുള്ളിപ്പുലി മാംസ കഷ്ണവുമായി നദീതീരത്തിലേക്ക് നടന്നു നീങ്ങി. ആദ്യം നല്ല ചൂടുള്ള ഇറച്ചി കഴിച്ച് വിശപ്പകറ്റാം. പിന്നെ നല്ല തണുത്ത വെള്ളം കുടിച്ച് എന്റെ ദാഹവും തീർക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ ചീറ്റ മാംസം തിന്നു തീർത്തു. അതിനുശേഷം നദിയിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചീറ്റിൽ നിന്ന് കറുത്ത പുക ഉയരാൻ തുടങ്ങി. നീ ആരാണ്? ഞാൻ നിന്റെ അന്തകനാടാ പുള്ളിപ്പുലി. പക്ഷേ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു പാവം ആട്ടിൻകുട്ടിയെ കടിച്ചു കൊന്നു തിന്നില്ലേ? അത് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആ ആടിനെ ഞാൻ വേട്ടയാടി പിടിച്ചതാ. എന്നാ നീയും കരുതിക്കോ, ഇന്ന് നീ എന്റെ വേട്ടയാണെന്ന്. കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ രാക്ഷസൻ ചീറ്റപ്പുലിയെ കൊന്നു. ആടിന്റെ ഇറച്ചി കഴിച്ച് ഏതെങ്കിലും പുലി ഈ നദിയിലെ വെള്ളം കുടിക്കുമ്പോ ഞാൻ ഈ സന്യാസിയുടെ തടവിൽ നിന്ന് എന്നേക്കുമായി സ്വതന്ത്രനാവും. ഇത് തന്നെയാണ് ആ സന്യാസി പറഞ്ഞത്. നോക്ക്, ഞാൻ ദേ സ്വതന്ത്രനായി കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിലുണ്ടായിരുന്ന മന്ത്രവാദി രാക്ഷസന്റെ പിതാവിനെ കൊന്നിരുന്നു. അങ്ങനെ അവനെ അനാഥനാക്കി ഒരു കുളത്തിൽ തടവിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ തീർത്തും സ്വതന്ത്രനാണ്. ഏതൊക്കെ ജീവജാലങ്ങളെ അവന്റെ കോപം ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല. വനവാസികളെ, നിങ്ങളെ കൊണ്ടാണ് ഞാൻ അനാഥനായത്. നിങ്ങൾ കാരണമാണ് ഞാൻ ഈ നദിയിൽ വർഷങ്ങളായി അടിമയായി കഴിയുന്നത്. ഇപ്പോൾ അതിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോന്നായി ഓരോന്നായി എല്ലാത്തിനെയും ഞാൻ എന്റെ ഭക്ഷണമാക്കുന്നതാണ്. അതേസമയം അനാഥയായ രാധ എന്നാട് കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്ന് ഒരാനയുടെ അടുത്തേക്ക് രാധ എത്തിച്ചേരുന്നു. ആനച്ചേട്ടാ, ഞാനൊരു അനാഥയായ ആടാണ്. എനിക്ക് ഇന്നീ ലോകത്ത് ആരുമില്ല. ദയവായി എനിക്കൊരു അഭയം നൽകി നിങ്ങളുടെ വീട്ടിൽ എന്നെ സംരക്ഷിക്കാമോ? ഉത്തരം പറയൂ. ആട്, ഞാൻ നിന്റെ ദുഃഖം ശരിക്കും മനസ്സിലാക്കുന്നു. എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ സാമർഥ്യമില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നതല്ല. നീ എന്നോട് ക്ഷമിക്കണം. അത് കേട്ട രാധ നിരാശയോടെ അവിടുന്ന് പോകുന്നു.
അതിനുശേഷം രാധ ഒരു മാനിനെ കണ്ടുമുട്ടുന്നു. മാനമ്മായി, ഒരു പുള്ളിപ്പുലി എന്റെ കൺമുൻപിൽ വെച്ച് എന്റെ അമ്മയെ കൊന്ന് എന്നെ ഇപ്പൊ അനാഥയാക്കിയിരിക്കുക. മാനമ്മായി, നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരു അഭയം തരാമോ? ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു നിസ്സഹായായ സ്ത്രീയെ സഹായിക്കാൻ സാധിക്കില്ല അമ്മായി. അത് മോളെ, കാടിന്റെ ലോകം വ്യത്യസ്തമാണ്. ഇവിടെ ആർക്കും ആരെയും സഹായിക്കാൻ സാധിക്കില്ല. എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നോട് ക്ഷമിക്കൂ. അത് കേട്ട രാധ നിരാശയാവുകയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും ചെയ്തു. എനിക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഞാൻ രാജാവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം. അങ്ങനെ സഹായത്തിനായി രാധ സിംഹരാജാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാരാജാവേ, ഞാൻ അനാഥയായ ഒരാടാണ്. എന്റെ അമ്മയെ ഒരു പുള്ളിപ്പുലി കൊല്ലുകയുണ്ടായി. നീ ജനിച്ചിരിക്കുന്നത് വേട്ടയാടപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ജനിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരെ വേട്ടയാടാൻ വേണ്ടിയാണ്. നീ ആർക്കു വേണ്ടിയാണ് ഇവിടെ വാദിക്കാൻ വന്നിരിക്കുന്നത്? അതെന്റെ വകയിലുള്ള ഒരു സഹോദരനാണ്. ചീറ്റ മഹാരാജാവിന്റെ സഹോദരനാണെന്നോ? ചീറ്റപ്പുലി മാത്രമല്ല, കടുവ, പുലി, പിന്നെ സിംഹം, അതെല്ലാം എന്റെ സഹോദരന്മാരാണ്. ഈ കാര്യം നിനക്കറിയില്ലേ? എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ, ഞാനിവിടെ ആരോടും യാചിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്കിവിടെ ആരുടെയെങ്കിലും വീട്ടിലൊരു അഭയം കിട്ടുമെന്ന് അറിയാൻ വന്നതാണ്. ഒരാടായിട്ട് നിനക്ക് എങ്ങനെ എന്നെ പോലൊരു സിംഹത്തിന്റെ അടുത്ത് പരാതി പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? മഹാരാജാവേ, എന്നെ ഒന്ന് സഹായിക്കാമോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ മുക്തി തരാം. സഹായിക്കാൻ പറ്റില്ല. ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ രാധയ്ക്ക് അവിടുന്ന് നിരാശയോടെ പോകേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ അവൾ തന്റെ ജീവൻ സംരക്ഷിച്ച് കാട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ രാക്ഷസൻ കുളത്തിൽ നിന്ന് മോചിതനായി കാട്ടിൽ ഭീതി സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു. കാട്ടിലെ മന്ത്രവാദി രാക്ഷസന്റെ പിതാവിനെ കൊന്നിരുന്നല്ലോ. ഇതിൽ അടങ്ങാത്ത പകയുള്ള ആ രാക്ഷസൻ മാതാപിതാക്കളോടൊപ്പം കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മാതാപിതാക്കളെ കൊല്ലുകയും ആ ജീവികളെ അനാഥമാക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ കാട്ടിലെ ഓരോ മാതാപിതാക്കളെയും കൊന്നു തിന്നുന്നതാണ്. എല്ലാത്തിനെയും ഞാൻ അനാഥരാക്കുന്നതാണ്. അങ്ങനെ കാട് മുഴുവൻ ഭയത്തിന്റെ അന്തരീക്ഷത്താൽ നിറഞ്ഞിരുന്നു. ഒരു ദിവസം സിംഹരാജാവ് സഭ വിളിച്ചുകൂട്ടിയിരുന്നു. അങ്ങനെ ആരാണ് മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ് കുട്ടികളെ അനാഥരാക്കുന്നത്? മഹാരാജാവേ, ഈ പണി ആ രാക്ഷസന്റേതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സന്യാസി കിണറ്റിൽ ബന്ധിച്ചു കളഞ്ഞ രാക്ഷസനാണ്. ഇപ്പോൾ അദ്ദേഹം തടവിൽ നിന്ന് മോചിതനായോ? അതേ രാജാവേ, ആ രാക്ഷസൻ നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേരെ അനാഥരാക്കിയിട്ടുണ്ട്. അവൻ ഈ കാട്ടിലെ എല്ലാ മാതാപിതാക്കളെയും കൊന്നൊടുക്കുകയാണ്. ഇത് വളരെ ആശങ്കാജനകമാണ്. നമ്മൾ വന്യമൃഗങ്ങൾ, അവനൊരു രാക്ഷസനും. നമുക്കവനെ തോൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്കറിയില്ല നമ്മുടെ അവസ്ഥ എന്താകുമെന്ന്. മഹാരാജാവ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. രാക്ഷസനെ തടവിലാക്കിയ മന്ത്രവാദിയുടെ സഹായം നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? നീ എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചു. ശരിക്കും നീ ഒരു കൗശലക്കാരൻ തന്നെ. ആ നിമിഷം തന്നെ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സ്വാമി എന്നും വിജയിക്കട്ടെ. എന്താ ആ രാക്ഷസൻ തടവിൽ നിന്ന് മുക്തനായോ? താങ്കൾ ഒരു മഹാജ്ഞാനിയാണ് സ്വാമി. ആ രാക്ഷസൻ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വാമി, അങ്ങ് ഞങ്ങളെ ഇപ്പോ സഹായിച്ചില്ലെങ്കിൽ അവൻ ഞങ്ങളെ എല്ലാവരെയും കൊന്നുകളയും. നിന്റെ തീരുമാനവും ഇതുതന്നെ ആയിരുന്നില്ലേ ഷേർസിംഗ്? അതായത് കരുത്തുള്ളവരുടെ ജീവിതം കൊല്ലാൻ വേണ്ടിയും ദൗർബല്യമുള്ളവരുടെ ജീവിതം മരിക്കാൻ വേണ്ടിയുമാണെന്ന്. അപ്പോൾ കാട്ടിലെ നിയമം ഇതാണെങ്കിൽ നിയമങ്ങൾ നിങ്ങൾ എങ്ങനെ മാറ്റും? രാക്ഷസൻ കരുത്തുള്ളവനാണ്. അയാൾക്ക് പാവങ്ങളെ കൊല്ലാനുള്ള എല്ലാ അധികാരവുമുണ്ട്. എന്റെ മനസ്സിലുള്ള ചിന്ത തെറ്റായിരുന്നു. എന്നോട് ക്ഷമിച്ചാലും സ്വാമി. എന്നിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചാലും. എനിക്ക് നിന്നെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോ എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാനുള്ള നിവൃത്തിയില്ല. അതെന്തുകൊണ്ടാണ് സ്വാമി? ഞങ്ങൾ സന്യാസികളുടെ കൈകളിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് വീണ്ടും അവനെ പിടിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം സ്വാമി. ഇതിനൊരു മാർഗമുണ്ട്. നിങ്ങൾ ഒരു അനാഥയായ ആട്ടിൻകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആ ആട്ടിൻകുട്ടിയുടെ അമ്മയെ ആരെങ്കിലും അവളുടെ മുന്നിൽ വെച്ച് കൊന്നിരിക്കണം. അങ്ങനെയുള്ള ഒരു ആടിനെ എനിക്കറിയാം സ്വാമി. അങ്ങനെയുള്ള ആട്ടിൻകുട്ടി നദിയിൽ ചാടി ജീവൻ ഒടുക്കുകയാണെങ്കിൽ ആ രാക്ഷസൻ സ്വയം തീ പിടിച്ച് മരിക്കുന്നതാണ്.
പക്ഷേ ആ ആട് സ്വന്തം ജീവൻ നമുക്കായി തരുമോ സ്വാമി? അതെനിക്കറിയില്ല. ആ അനാഥ ആട്ടിൻകുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹവും പിന്നെ സ്വയം ജീവൻ വെടിയാനുള്ള ത്യാഗ മനസ്സുമുണ്ടെങ്കിൽ രാക്ഷസനെ അഗ്നിക്കിരയാക്കാൻ പറ്റും. പക്ഷെ ഈ കാര്യം ആ ആട് സമ്മതിച്ചില്ലെങ്കിലോ? ആ അനാഥനായ ആട്ടിൻകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. ഇതല്ലാതെ ആ രാക്ഷസനെ കൊല്ലാൻ വേറെ വഴിയൊന്നും തന്നെയില്ല. ഇത് കേട്ട ശേഷം സിംഹരാജാവും കൂട്ടാളികളും ആ അനാഥയായ ആടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം അവർ രാധയെ കാണുകയും എല്ലാവരും അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. മഹാരാജാവേ, അങ്ങിവിടെ എന്താ പ്രത്യേകിച്ച്? എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ? ഇല്ല ആട്ടിൻകുട്ടി, എല്ലാം ഇവിടെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാം സഹോദരി. റാണിയമ്മേ, ഞാൻ മഹാരാജാവിന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും അടുത്തേക്ക് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ ആ സമയത്ത് ആരും എന്നെ സഹായിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയില്ല. എല്ലാ ജീവജാലങ്ങളും അനാഥയായ ആടിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ആടത് നിരസിക്കുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും നിരാശയോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ സ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്വാമി, അങ്ങോ? അതേ കുട്ടി, ഇവരെ ഞാൻ തന്നെയാണ് നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. സ്വാമി പറയുന്നത് ഞാൻ അവരെ സഹായിക്കണമെന്നാണോ? ലോകത്തെ എല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തിയാൽ ഈ ലോകം തന്നെ അവസാനിക്കുന്നതായിരിക്കും. എനിക്ക് മനസ്സിലായി സ്വാമി. ഈ അപകടകാരികളായ മൃഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സ്വാമി സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. അത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ് സ്വാമി. എന്റെ മനസ്സിലുള്ളത് നീ ഇവരെ സഹായിച്ച് കാട്ടിലെ സൗഹൃദത്തെ നശിക്കാതെ കാത്തു രക്ഷിക്കണമെന്നാണ്. എന്നോട് ക്ഷമിച്ചാലും രാധേ, നീ അന്ന് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ എനിക്കത് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ ആ കാട്ടിലെ രാക്ഷസൻ ഇവിടെയുള്ള മൃഗങ്ങളെയെല്ലാം അനാഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അനാഥത്വം എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണെന്ന്. രാധമോളെ, ഇനി മുന്നോട്ട് കാട്ടിലെ മൃഗങ്ങളെ അനാഥരാകുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അനാഥയാവുക എന്ന അവസ്ഥയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും കൂട്ടുകാരെ. പിന്നെ രാധ എന്നാട് എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് നദീതീരത്തിലേക്ക് പോകുന്നു. നദിയിലേക്ക് ചാടാൻ അവൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട് അവിടെ എല്ലാവരും പേടിച്ചുപോയി. ആട്ടിൻകുട്ടി, നീ ആ ആട്ടിൻകുട്ടി തന്നെയല്ലേ? മൃഗങ്ങളല്ലേ നിന്നെ ഇങ്ങനെ അനാഥരാക്കിയത്? അതെ, അതെ, ഞാൻ തന്നെയാണ് ആ പറഞ്ഞ ആട്. നിന്റെ അമ്മയെ നിന്റെ മുന്നിൽ വെച്ചല്ലേ അവർ കൊന്നത്? എന്നിട്ടും നീ എന്തിനാ ഇവരെ സഹായിക്കാൻ വന്നത്? ഈ ലോകത്തില് എല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തിയാൽ ഈ ലോകം തന്നെ എന്നേക്കുമായി അവസാനിച്ചേക്കും. നീ എന്തിനാ ഈ ജന്തുക്കൾക്ക് വേണ്ടി നിന്റെ ഒരു ജീവിതം വെറുതെ കളയുന്നത്? ഒരു അനാഥയായതിന്റെ വേദന എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് എന്റെ കൺമുമ്പിൽ വെച്ച് ആ പുള്ളിപ്പുലി എന്റെ അമ്മയെ ആക്രമിച്ച് കൊന്നു കളഞ്ഞപ്പോ ഞാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല. മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ അനുഭവിക്കുന്ന വേദന എനിക്ക് നന്നായി മനസ്സിലാക്കാനാകും. ആ വേദനയെ കുറിച്ച് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രാധയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ രാക്ഷസന് മനമാറ്റമുണ്ടായി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി തുടങ്ങി. അനാഥയായ ആട്ടിൻകുട്ടി, നീ ഇന്ന് എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ഇനി നീ നിന്റെ ജീവൻ തരേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഇന്നു മുതൽ ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ ഒരു മൃഗത്തെയും ഞാൻ അനാഥനാക്കുന്നതല്ല. സത്യായിട്ടും? ആ, പ്രതികാരത്തിന്റെ അഗ്നി എന്നെ അന്ധനാക്കിയിരുന്നു. ഇനി മുതൽ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. ഒരുപാട് നന്ദിയുണ്ട് രാക്ഷസ. സന്തോഷമായിരിക്കൂ, സുഖമായിരിക്കൂ. അങ്ങനെ രാക്ഷസൻ അപ്രത്യക്ഷമായ ഉടനെ സിംഹരാജാവ് കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും എന്താ പറഞ്ഞെന്നോ? പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എന്റെ കാട്ടിലെ നിയമങ്ങൾ മാറ്റുകയാണ്. ഇന്നു മുതൽ കാട്ടിലെ എത്ര ശക്തനായ മൃഗവും തന്നേക്കാൾ ശക്തി കുറഞ്ഞ ഒരു മൃഗത്തിനെയും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. ആരെയും അനാഥരാക്കരുത്. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടതാണ്. സിംഹരാജാവിന്റെ ഈ പ്രഖ്യാപനം വനവാസികളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അങ്ങനെ ഇപ്പോൾ കാട് സമാധാനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. കാട് മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.